പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അപ്ഡേഷൻ ആയിട്ട് വന്ന താരീഖിന്റെ 1ാമത്തെ പാഠഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിന്റെ തദ്രിബാത്ത് നോക്കി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് പൂരിപ്പിക്കാനാണ് വരുന്നത്. എന്താണ് ഒന്നാമത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേശയുടെ വീട്ടിലാണ് താമസിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ആരുടെ വീട്ടിലാണ് താമസിച്ചത് എന്നാണ്. നമുക്കവിടെ പേരെഴുതി കൊടുക്കാം. 1 എന്ന് എഴുതിയിട്ട് നമുക്ക് നോട്ട് ബുക്കിൽ ചോദ്യം എഴുതാം, എന്നിട്ട് ആൻസർ എഴുതാം. എന്തായിരുന്നു? ആരുടെ വീട്ടിലാണ്? അബു അയ്യൂബ് അൻസാരി, അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹു നമുക്കവിടെ എഴുതാം. അടുത്ത രണ്ടാമത്തത് എന്താണ്? അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പണ്ഡിതനായിരുന്നു. എന്ത് പണ്ഡിതനായിരുന്നു? അപ്പൊ അതിന്റെ വിട്ടത് ജൂത പണ്ഡിതനായിരുന്നു. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂത പണ്ഡിതനായിരുന്നു. അടുത്തത് മൂന്നാമത്തെ എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത് നമ്മുടെ പാഠഭാഗത്തില് അഫ്ഷു സലാമ വഅത്ഇമു തഅമ. അപ്പൊ നമുക്ക് അത് പൂർത്തിയാക്കി കൊടുക്കാം. അഫ്ഷു സലാമ വഅത്ഇമു തഅമ വസിലുൽ അർഹാമ വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസ്സലാമി. അത് നമുക്കിവിടെ പൂർത്തിയാക്കി എഴുതി കൊടുക്കാം. അടുത്ത നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് എന്ന ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്ത ഒട്ടകത്തിന്റെ പേരെന്തായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം കസ്വ എന്നതായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് കസ്വ എന്നതെന്ന് അവിടെ വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാം. അടുത്തത് നമുക്ക് വരുന്ന വർക്ക് എന്താണ്? മക്ക ജീവിതവും മദീന ജീവിതവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ടേബിൾ പൂർത്തിയാക്കാനാണ്. അപ്പോൾ അവിടെ മക്ക മദീന എന്നിട്ടുള്ള 2 ബോക്സുകളുണ്ട്. അതിൽ മക്കയിലെ ജീവിതം ശത്രുക്കളുടെ അക്രമങ്ങൾ നിറഞ്ഞ മക്കയായിരുന്നു. എന്നാൽ മദീനയിലെ ഉള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. മതപരത്തിന് സുരക്ഷിതമായി. മക്കയിലെ ദീനു പ്രബോധനത്തിന് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മക്കയിലെ ദീനീ പ്രബോധനത്തിന് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മദീനയിൽ എന്ത് ചെയ്യാം? പ്രബോധനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനീ പ്രബോധനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നു. മക്കയില് സുരക്ഷിതമായി ഇബാദത്തുകൾ ചെയ്യാൻ പള്ളികൾ ഇല്ലായിരുന്നു. എന്നാൽ മദീനയിൽ സുരക്ഷിതമായി ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചു. പിന്നെ അടുത്തത്, മക്കയിലെ ദീനീ പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മദീനയിലെ ദീനീ പഠന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കയും മദീനയും നമുക്ക് എന്ത് ചെയ്യാം? താരതമ്യം ചെയ്ത് അവിടെ എഴുതി ആ ബോക്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് എന്താണ് ഇനി വരുന്നത്? ശരിയും തെറ്റും രേഖപ്പെടുത്താനാണ്. ഒന്നാമത്തത്, ഹിജ്റക്ക് മുമ്പ് തന്നെ മദീനക്ക് ആ പേർ ലഭിച്ചിരുന്നു. അത് തെറ്റാണ്. ഹിജ്റക്ക് ശേഷമാണ് മദീനക്ക് ആ പേര് ലഭിച്ചത്. ഹിജ്റക്ക് ശേഷമാണ് മദീനക്ക് ആ പേര് ലഭിച്ചത്. അപ്പൊ ഇവിടെ ഹിജ്റക്ക് മുമ്പ് എന്നത് അവിടെ തെറ്റാണ്. അപ്പൊ നമുക്കവിടെ തെറ്റ് അടയാളപ്പെടുത്താം. അടുത്തതാ, ഹിജ്റക്ക് ശേഷം മദീന മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. ഹിജ്റക്ക് ശേഷം മദീന മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. അത് ശരിയാണ്. അപ്പൊ നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തതാ, ഹിജ്റക്ക് മുമ്പ് മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. അതവിടെ തെറ്റാണ്. ഹിജ്റക്ക് മുമ്പ് മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് തെറ്റാണ്. അപ്പൊ ശരിയല്ല. അടുത്തത് ചർച്ച ചെയ്യാനാണ്. ഒട്ടകത്തെ വിട്ടേക്കൂ, അത് നിർദ്ദേശം നൽകപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അവിടെ ഒട്ടകത്തിന് അള്ളാഹുവിന്റെ എന്താണ് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇറക്കണം എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശം ഒട്ടകത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളുടെ പ്രത്യേകത എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്താണ്? സലാം വ്യാപിപ്പിക്കുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക,
കുടുംബ ബന്ധം ചേർക്കുക. രാത്രിയിൽ ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക. ഇതായിരുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ്. എന്താണ്? ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? സലാം വ്യാപിപ്പിക്കുക. നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയാല് സലാം പറയണം. പിന്നെ ദരിദ്രർക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യണം. പിന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. കുടുംബ ബന്ധങ്ങള് തകരരുത്. പിന്നെ എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയിൽ എന്താണ്? നിസ്കരിക്കുക. അതായത് നിസ്കാരം, രാത്രി നിസ്കാരം വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടുന്ന് മനസ്സിലായത്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ അതവിടെ മനസ്സിലാക്കാനാണ് എന്താണ് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്നത്. അപ്പൊ അത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, എന്നാൽ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നത് നമുക്കവിടെ മനസ്സിലാക്കാം. അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ്. അടുത്തത് നമുക്ക് യോജിപ്പിക്കാനാണ്. അഫ്ഷു സലാമ. എന്താണ് അതിന്റെ നേരെ നമുക്ക് എന്ത് യോജിപ്പിച്ചു കൊടുക്കാം? സലാം വ്യാപിപ്പിക്കൽ. അഫ്ഷു സലാം എന്ന് പറഞ്ഞാല് സലാം വ്യാപിപ്പിക്കൽ. അടുത്തതാ അത്ഇമു തആമ. അത്ഇമു തആമ, തആം ഭക്ഷണം. എന്താണ്? ഭക്ഷണം സദഖ ചെയ്യൽ. ഭക്ഷണം സദഖ ചെയ്യൽ. അടുത്തതോ സിലു അർഹാം. സിലു അർഹാം, കുടുംബ ബന്ധം, കുടുംബം സന്ദർശനം, കുടുംബ സന്ദർശനം. അത് നമുക്കവിടെ ചേർത്ത് കൊടുക്കാം. ഇനി അൽ മുഹാജിറൂൻ. ആരാണ് മുഹാജിർ എന്നാണ് നമുക്ക് പാഠത്തിൽ പറയുന്നുണ്ട് അല്ലെ? ആരാണ് മുഹാജിർ? പാഠത്തിന്റെ ഏറ്റവും അവസാനം പറഞ്ഞു തരുന്നുണ്ട്. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളാണ്. അപ്പൊ ഇവിടെ മക്കയിൽ നിന്ന് വന്നവർ എന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അൻസ്വാർ. അൻസ്വാർ എന്ന് പറഞ്ഞാല് മുഹാജിറുകൾ സ്വീകരിച്ച മദീനയിലെ സഹാബികൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന സഹാബികൾ, മദീനയിൽ സ്വീകരിച്ചവർ. മദീനയിൽ സ്വീകരിച്ചവർ. അവിടെ അൽ മുഹാജിറൂൻ. അൽ മുഹാജിറൂൻ എന്നത് എന്താണ്? മുഹാജിർ, മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളാണ്. മക്കയിൽ നിന്ന് വന്നവരാണ് മുഹാജിറുകൾ. അൻസ്വാർ. അൻസ്വാർ എന്ന് പറഞ്ഞാൽ ഈ മുഹാജിറുകളെ സ്വീകരിച്ചവരാണ്. മദീനയിൽ സ്വീകരിച്ചവരാണ്. മദീനയിൽ സ്വീകരിച്ചവരാണ്. അപ്പൊ അത് മക്കയിൽ നിന്ന് വന്നവര്, മക്കയിൽ നിന്ന് വന്നവര് മുഹാജിറുകളും മദീനയിൽ സ്വീകരിച്ചവർ അൻസ്വാറുകളും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നേരെ നമുക്കത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.